അങ്ങനെ കുതിച്ചു പാഞ്ഞു മുന്നേറി ഗെറ്റ് സെറ്റ് ചാറ്റിന്റെ 50ാമത്തെ എപ്പിസോഡ് വരെ എത്തി നിൽക്കുകയാണ്. വെൽക്കം ടു മലബാർ ഗോൾഡൻ ഡയമണ്ട് ഗെറ്റ് സെറ്റ് ചാറ്റ് പവർഡ് ബൈ കാമലാരി. ഇറ്റ് ഈസ് എ വെരി 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 സ്പെഷ്യൽ ഡേ. ഇന്ന് 50ാമത്തെ എപ്പിസോഡ് എന്ന് മാത്രമല്ല, ഇത് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡും കൂടിയാണ്. സോ ഇന്നത്തേത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റ് ആയിരിക്കണമല്ലോ. വെൽ യെസ്, ഓഫ് കോഴ്സ് ഹി ഈസ് എ ഫൈറ്റർ. നമ്മുടെ ഗെറ്റ് സെറ്റ് ചാറ്റ് പോലെ തന്നെ ഇങ്ങനെ മുന്നേറി കുതിച്ച് പായുന്ന ഒരു യുവ നടൻ. ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും ഒരു റൗഡി സുന്ദരൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. ആഹാ, ഇതാരാണ് എന്ന് വിചാരിച്ച് പേരൊന്നും അറിയാതെ ഇങ്ങനെ പോയി ഇതിഹാസ എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരു ഇതിഹാസ താരമായി മാറിയ നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ. ലെറ്റ്സ് വെൽക്കം ഹിം. വെൽക്കം ടു ഗെറ്റ് സെറ്റ് ചാറ്റ് ഷൈൻ ചേട്ടാ. പിന്നെ ആദ്യമായി തന്നെ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പിന്നെ ഇന്ന് ഷൈൻ ചേട്ടൻ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് എത്തിയിരിക്കുന്നത്. ക്രിസ്മസ് ആണ്, അതല്ലാതെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. നമ്മുടെ ഗെറ്റ് സെറ്റ് ചാറ്റിന്റെ 50ാമത്തെ എപ്പിസോഡാണിത്. അതെ, ഹാഫ് സെഞ്ചുറി അടിച്ചു. അത് അടിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ഷൈൻ ചേട്ടനാണ്. ഷൈൻ ചേട്ടനെ പോലെ തകർപ്പൻ ഒരു മനുഷ്യനെ നമുക്ക് 50ാമത്തെ എപ്പിസോഡിൽ കിട്ടിയതിന് ഒത്തിരി സന്തോഷം. ഇതെന്താ ഷൈൻ ചേട്ടാ ഭയങ്കര വേറൊരു ലുക്കില്? ഇത് രാജീവേട്ടന്റെ പടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, രാജീവ് രവിയുടെ. അപ്പോൾ അതിന്റെ ലുക്കാണ് താടി വെച്ചിട്ടുള്ളത്. എന്താ വേണ്ട, കഥാപാത്രം ചോദിക്കാറായിട്ടില്ല അല്ലേ? ഇല്ല, അത് കഥാപാത്രം എന്ന് പറഞ്ഞാൽ ജോണി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ദുൽഖറിന്റെ പടമാണ്. ഇതിൽ ദുൽഖർ, വിനായകൻ, വിനയ് ഫോർട്ട്, സൗബിൻ, ഞാൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അങ്ങനെ കഥയും അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിന്റെ ലൊക്കേഷനിൽ നിന്നാണ് വന്നത്? അതിന്റെ ലൊക്കേഷനിൽ നിന്നല്ല, അതിന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഷൈൻ ചേട്ടന് വേണ്ടിയിട്ട് ഷൈൻ ചേട്ടന്റെ സിനിമകളെ ബേസ് ചെയ്ത് കുറെ ഗംഭീര ചോദ്യങ്ങൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. റെഡിയാണോ? ഇതുവരെ ചെയ്ത പടങ്ങൾ. പക്ഷേ ആ പടങ്ങളെ പറ്റിയിട്ടുള്ളതല്ല, പടങ്ങളുടെ പേരുകൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ. ഗദ്ദമ്മയെ പറ്റിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചോദ്യം ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഗദ്ദമ്മയുടെ പേരിനെ കുറിച്ചാണ് അതിന്റെ ചോദ്യം. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോ ഈ അടുത്ത കാലത്തായി ഷൈൻ ടോമിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഈ അടുത്ത കാലത്തായി ഷൈൻ ടോമിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അങ്ങനെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പ്രത്യേകിച്ച്. ഇപ്പം എന്താ ഒത്തിരി ചേഞ്ചസ്, പുതിയ സിനിമകള്, ലീഡ് റോളിലുള്ള സിനിമകള്. അപ്പൊ ഇങ്ങനെ ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ? പക്ഷെ നോർമലി നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഡേറ്റ് എഴുതുന്ന സമയത്ത് 15 മാറ്റി എഴുതുന്നല്ലാതെ. അയ്യോടാ, വേറെ ചേഞ്ച് ഒന്നും ഇല്ല. രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാം സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഷൈൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിലെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹം തോന്നിയ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ. ഇന്നേ വരെ ചിലപ്പം ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു നടനും പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു ഡയലോഗാണ്. അത് തന്നെ വലിയൊരു ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് പോക്കറ്റ് അടിക്കുക. ഇത് ശരിക്കും പറഞ്ഞ ഓർക്കുന്നുണ്ടോ ഇത്? ഉണ്ട്. അത് ഇതിഹാസയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിന്റെ പ്രൊമോഷൻ പരിപാടികളിലാണ്. അതിൽ പോക്കറ്റ് അടിക്കാരന്റെ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്, ആൽബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ ഈ ഫിലിംസിൽ കാണുമല്ലോ, രണ്ടുപേരും നടന്ന് തട്ടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ഞാനിത് കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് പോക്കറ്റ് അടിക്കാനായിട്ട്. പക്ഷെ ഇപ്പോഴത്തെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ജീൻസ്, അതിൻ്റെ ഉള്ളിൽ നല്ല ടൈറ്റ് പേഴ്സ്. അപ്പോൾ ഒരു തട്ടലിലൊന്നും ഇത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. അതായത് നമ്മൾ ഒരാളെ കവർ ചെയ്തിട്ട് പോകുന്നതിന്റെ ഇടയിലാണ് ഈ പോക്കറ്റ് അടി നടക്കുന്നത്. അല്ലാതെ വേറെ കൂടുതൽ സമയങ്ങളൊന്നും ഇല്ലല്ലോ, അയാൾ അറിയും പാടില്ല. അപ്പോൾ ഇത് എത്ര ശ്രമിച്ചിട്ടും ഇത് പറ്റുന്നില്ല. അപ്പം പോക്കറ്റ് അടിക്കുക എന്ന് പറ്റണത് ഒരു നല്ല ഒരു കഴിവാണ്, ശരിക്കും ഒരു ടാലന്റ് ആണ്. ഈ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല പോക്കറ്റ് അടി. അത് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തോ? ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. കാരണം അത് എന്തായാലും നടക്കുന്ന പരിപാടിയല്ല. കാരണം അയാൾ അറിയാൻ പാടില്ല, എന്നാൽ
പോക്കറ്റ് അടിക്കേണ്ട ആളും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു ഉറപ്പിച്ചിട്ട് ചെയ്താൽ മാത്രം വിജയിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അയാൾ അറിയാനും പാടില്ല. കാരണം ഷൂട്ടിൻ്റെ ഇടയിൽ ഇയാളോട് പറഞ്ഞ് ഉറപ്പിച്ചു ഇങ്ങനെ പേഴ്സ് കുറച്ച് പൊന്തിച്ച് വെക്കണം, പിന്നെ തിരിഞ്ഞു നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് കട്ടം വെച്ചിട്ടാണ് നമ്മൾ ആ ഷോട്ട് എടുക്കുന്നത്. പോട്ടെ, സാരമില്ല. സിനിമയിൽ പോക്കറ്റ് അടിക്കാരനാണ്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഷൈൻ ചേട്ടന് ജീവിതത്തിൽ സാധിക്കുമെന്ന്. വളരെ മോശം പോക്കറ്റ് അടിക്കാരനാണ്. ട്രൈ ചെയ്തിട്ട് പഠിച്ചിട്ട് പോലും വർക്കൗട്ട് ആകുന്നില്ല എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ഷൈൻ ടോമിൻ്റെ ജീവിതത്തിലെ ചാപ്റ്റേഴ്സ്. ഓക്കെ, കുട്ടിക്കാലം പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, മലപ്പുറം ജില്ലയിലെ ഒരു കോസ്റ്റൽ ഏരിയ. സാധാരണ പോലെയൊക്കെ തന്നെ 10-12 വർഷത്തോളം, 12ഉം 2ഉം വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു, തല്ലുള്ളിയായിരുന്നു, മരം കയറിയായിരുന്നു, എന്തുവാ അങ്ങനത്തെ. ചെറുപ്പത്തിൽ ഞാൻ ആദ്യത്തെ മൂത്ത പുത്രനാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഭയങ്കര ഓട്ടവും ചാട്ടവും വികൃതിയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അമ്മ പറയാറുണ്ട്, അവർക്ക് എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ ഈ സ്റ്റൂൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴും ഉണ്ട് സ്റ്റൂള്, 4 കാലുള്ള. അപ്പൊ ഈ സ്റ്റൂള് മറിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തും. ഓഹോ, എന്നെ എന്റെ അമ്മ യൂഷ്വലി കൊട്ടക്കടിയിലായിരുന്നു. കൊട്ടക്കടിയില. എന്നിട്ട് അല്ല, അത്ര വികൃതിയായിരുന്നു. വികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെറിയ കുട്ടികളെ കാണുമ്പോൾ അവര് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ലല്ലോ. നമ്മളിപ്പോ കുറച്ചു നേരം ഒതുങ്ങി, ഇപ്പൊ വലുതായി കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ. പക്ഷെ ചെറുപ്പത്തിലുള്ള പിള്ളേര് എങ്ങനെ കഴിഞ്ഞാൽ അവിടെ എത്തി, അവിടെ നിന്ന് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി. അല്ല, കുറച്ചും കൂടെ പ്രായം കഴിഞ്ഞു ഒരു സ്കൂളിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു 1ാം ക്ലാസ്, അത് സ്വാഭാവികമായിട്ട് അത് അങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് എങ്ങനെ നമ്മൾ സൈലന്റ് ആയി തുടങ്ങിയിട്ടോ. പിന്നെ സൈലന്റ് കുട്ടിയായിരുന്നു, പാവം കുട്ടിയല്ല, അധികം സംസാരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എൻ്റെ അനിയത്തി ഉണ്ട്, നേരെ താഴെയുള്ള അനിയത്തി. അവളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ദുബായിലാണ്. അവൾക്ക് 3 ആൺകുട്ടികളുണ്ട്. അപ്പോൾ അവളാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നത് എനിക്ക് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ സ്കൂളിൽ വന്നിട്ട് ടീച്ചറുടെ അടുത്തൊരു കാര്യം പറയണം, അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറയണം, അല്ലെങ്കിൽ ഞങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എന്തെങ്കിലും അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിൽ ക്രിസ്മസ് കൂട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഒരു ട്രീ വേണം. അപ്പോൾ നമ്മുടെ ഈ കോൺവെന്റിൽ പോയിട്ട് അവിടെ കുറേ മരങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു കഷ്ണം മരം ഒപ്പിച്ചുകൊണ്ടിരുന്നു, ഒരു കഷ്ണം ചില്ല ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇവളെയും കൂടി വിടുക. ഇത് പറഞ്ഞ് നമ്മൾ ഒരാളുടെ അടുത്ത് പോയി പറഞ്ഞ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ട്രീ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ കുറേ സംസാരിക്കണമല്ലോ. അവിടെ പോയി കാണണം, സിസ്റ്ററുടെ അടുത്ത് പോയി ഇതെങ്ങനെ പോയി ചോദിക്കും. പക്ഷെ എൻ്റെ അനിയത്തി നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യും. നാണം കുടുങ്ങിയായിരുന്നു. ഇത് അവിടെ ചെന്നിട്ട് ചോദിക്കണ്ട ഒരു കഷ്ണം മരം എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അത് വലിയ ബുദ്ധിമുട്ടുള്ള. സിസ്റ്റർ ഒരു കഷ്ണം മരം എന്ന് പറയുന്നത് വലിയൊരു സെന്റൻസ് ആണ്, വളരെ ബുദ്ധിമുട്ടാണ്. അത് വളരെ ചെറിയൊരു വാക്കാണ്, അല്ലെങ്കിൽ കുറച്ച് സംസാരിച്ചാൽ മതി. പക്ഷെ അത് പോയി അത് കാര്യങ്ങൾ പറഞ്ഞ് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിട്ട് ഒരു ഷൈ ആയിരുന്നു. ഷൈ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇത് എപ്പോഴാണ് മാറി തുടങ്ങിയത്? ഷൈ എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ശരിയാ, ഇപ്പൊ ആക്ച്വലി എനിക്ക് എന്റെ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നുന്നുണ്ട്. ഞാൻ എന്തോ റാഗ് ചെയ്യുന്ന പോലെ ഉപദ്രവിക്കുന്ന പോലെയാണ് അവിടെ ഷൈൻ ചേട്ടൻ ഇരിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, ഷൈ എന്ന് പറയുന്ന കാര്യം അപ്പൊ എപ്പോഴും ഉണ്ട് നമുക്ക്. പക്ഷെ അങ്ങനെയാണോ ഈ ഷൈൻ എന്നുള്ള പേര് വന്നത്? അല്ല, അത് അതിന് മുന്നേ. സോറി. ഓക്കെ, ഇല്ല, ഷൈൻ എന്നുള്ള പേര് വന്നത് എനിക്ക് അത് ഇപ്പോൾ അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ നമ്മൾ ഇപ്പം ആദ്യമായിട്ട് ഒരു ലൊക്കേഷനിൽ ചെല്ലുന്ന സമയത്ത് എല്ലാവരും അധികം പുതിയ ആളുകൾ, അധികം പരിചയമില്ലാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഷൈ ആയിരിക്കും. അപ്പോൾ ഡയലോഗുകളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് സ്വാഭാവികം ഒരു പ്രൊണൗൺസിയേഷനിൽ കുറച്ച് പ്രോബ്ലംസ് ഉള്ള ആളാണ്. അപ്പോൾ ആദ്യം ശബ്ദമൊന്നും പുറത്തു വരില്ല. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ സൈകൾ പാടുകയാണല്ലേ സിബി സാറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സോങ്ങിൻ്റെ പോർഷൻസ് എടുത്ത് തുടങ്ങി. അപ്പോൾ അതിൽ സംസാരിക്കണ്ടല്ലോ. അപ്പോൾ ചെറിയ ഷോട്ടുകളൊക്കെ ആയിട്ട് എടുത്ത് സിബി സാറിന് ഈ ഒരു പ്രോബ്ലം അറിയാവോ? അത് സ്വാഭാവികമായിട്ടും സാറിൻ്റെ അടുത്ത് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നു എനിക്ക്. അത് ഇപ്പൊ നമ്മൾ വാമപ്പ് പോലെ അത് ഗ്രാജുവലി ആണ് ഒരാൾ ഓണായി വരുള്ളൂ. അതിപ്പോ ചെറിയ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാലോ. ഇപ്പോൾ ഒരു വീട്ടിൽ ഭയങ്കര വികൃതിയും പാട്ടും ഡാൻസും ഒക്കെ ആയിരിക്കും. ഇപ്പൊ വീട്ടിലിപ്പോൾ ആരെങ്കിലും ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പറയും, ഇവൻ ഭയങ്കര പാട്ടാ, ഇവനൊരു സെക്കൻഡ് ഒതുങ്ങിയിരിക്കില്ല. പക്ഷെ ആ പയ്യൻ ഒന്നും മിണ്ടില്ല. മോനെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വാ
പേരെന്താ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ തലയിൽ കയറിയിരിക്കും. ശരിയാണ്. അപ്പൊ ഷൈൻ ചേട്ടനെ ആക്ച്വലി ഇപ്പൊ ഇവിടെ അഭിനയിച്ച് കാണിച്ചു. ഷൈൻ ചേട്ടന്റെ കുട്ടിക്കാലം ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ എന്ന് പറയാം. പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചിലെ? പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ആ കൂടിയുള്ള ഒരു ആശ്വാസം. അപ്പം ഇതുപോലെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോ മോനെ ഒരു പാട്ട് പാടറാ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു? വീട്ടില് ഞാൻ മോണാക്ട് ഒക്കെയാണ് അവതരിപ്പിക്കുക. മോണാക്ട് എന്ന് പറഞ്ഞ ഒരാൾ നിന്നിട്ട് ഒരു കഥ. എനിക്കറിയാം, ഒരാൾ നിന്നിട്ട് അഭിനയിക്കുന്നതല്ലേ. അപ്പൊ നമ്മൾ ഈ ഫങ്ഷൻസിനൊക്കെ വീടുകളിലേക്ക്, നമ്മുടെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോകുക, അല്ലെങ്കിൽ തറവാട്ടിലേക്ക് പോകുമ്പോൾ, ഞങ്ങൾ തറവാട്ടിൽ നിന്ന് മാറിയിട്ടാണ് ഇപ്പം ഞാനിൽ താമസിക്കുന്നത്. ഞങ്ങളുടെ വീടൊക്കെ തൃശ്ശൂരാണ്. അപ്പോൾ ആരെങ്കിലും കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ പെരുന്നാളുകൾക്കോ അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷനിലൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും കൂടിയിരിക്കുന്ന സദസ്സിൽ ഒരു മോണാക്ട് കാണിച്ച്. ആദ്യമൊന്നും കാണിക്കില്ല. അതേ ഞാൻ കാണിക്കില്ല, എനിക്കറിയില്ല. എനിക്ക് അച്ഛനമ്മമാരോട് ഏറ്റവും കൂടുതൽ കൊച്ചിലെ ദേഷ്യം തോന്നുന്ന ഈ ഒരു സമയത്ത്. ആ സമയത്ത് നമുക്ക് ഭയങ്കര ചമ്മലായിരിക്കും. ഇത് എങ്ങനെയാ തോന്നുന്നു രക്ഷപ്പെട്ടു പോകും. അച്ഛനമ്മയ്ക്ക് ഒരു പണിയില്ലേ. അവര് നന്നായിട്ട് പാടും, നന്നായിട്ട് നമുക്ക് പോട്ടെ, സാരമില്ല. അവരോടുള്ള ദേഷ്യം നമ്മൾ ഇവിടെ തീർക്കാൻ പാടില്ല. സ്റ്റേജിന് മുകളിൽ കയറുമ്പോൾ അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം സ്റ്റേജ് കുറച്ച് ഉയരത്തില്, ഓഡിയൻസ് ഒക്കെ കുറച്ച് ദൂരെയായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ ഒരാളായിട്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരെയും കൂടെ അങ്ങ് നോക്കിയ. അപ്പൊ അന്നീ സ്റ്റാർ ആയിരുന്നു. പിന്നെ ഒരു കർട്ടൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഈ കർട്ടൻ റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ബ്രേക്കിംഗ് പോലത്തെ ഒരു സാധനമാണ്. ആദ്യം നമ്മൾ മാത്രം, ആരും കാണില്ല ഫ്രണ്ടിൽ, പെട്ടെന്ന് എല്ലാവരെയും. അപ്പൊ നമുക്ക് തയ്യാറെടുക്കാനുള്ള ചമ്മലൊക്കെ മാറ്റി വെച്ച്